അനീസ, ഈ സ്ഥാപനത്തിന്റെ മൃദംഗവിഷന്റെ ഉടമ എന്ന് പറയുന്ന നികേഷ് കുമാർ, അദ്ദേഹം വയനാട് സ്വദേശി തന്നെയാണോ? ഇനി വയനാട്ടിൽ മറ്റെവിടെയെങ്കിലും മൃദംഗവിഷൻ എന്ന പേരിൽ മറ്റ് സമാന്തരമായ ഓഫീസ് പ്രവർത്തിക്കുന്നതായി വല്ല വിവരങ്ങളുണ്ടോ? നിലവിൽ ഈ മേപ്പാടിയിലെ ഈ പ്രദേശത്ത് മാത്രം തന്നെയാണ് ഈ മൃദംഗ വിഷൻ എന്ന പേരിൽ, അത് തന്നെയും വളരെ ചെറിയ ഒരു കടമുറി മാത്രമാണ്. മറ്റൊരു തരത്തിലുള്ള ഓഫീസും ഇവർക്കില്ല എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. മേപ്പാടി സ്വദേശിയാണ് ഈ റിഗോഷ് കുമാർ എന്ന് പറയുന്നു. ഇപ്പോൾ ഈ കാണുന്ന നമ്മൾ നിൽക്കുന്ന ഈ ബിൽഡിംഗ് ഉണ്ടല്ലോ, ഈ ബിൽഡിങ്ങിലാണ് ഇതിന്റെ രണ്ടാം നിലയിൽ, അതായത് നമ്മൾ നിൽക്കുന്ന ഈ നിലയിൽ നിന്ന് അതിന്റെ തൊട്ട് മുകളിലെ നിലയിലാണ് ഈ മൃദംഗ വിഷൻ എന്നൊരു ബോർഡും പിന്നെ ഒരു ചെറിയ കടമുറിയും. നമ്മളിപ്പോൾ ഈ കാണുന്ന സൂപ്പർ മാർക്കറ്റിലെ ആളോടാണ് ചോദിച്ചത്. അപ്പോൾ അവരെ കുറിച്ച് കൃത്യമായി അറിയില്ല. 3 വർഷത്തോളമായി ഇവരവിടെ പ്രവർത്തിക്കുന്നു എന്നാണ് അറിയുന്നത്. ഇപ്പോൾ ഇവിടെ ഒരു ഹോം അപ്ലയൻസസ് നടത്തുന്ന ജിഷ്മൽ ഉണ്ട്. ജിഷ്മൽ, നിങ്ങൾ കുറെ ഇവര് നിങ്ങൾക്ക് അറിയാവുന്നതാണോ? ഇങ്ങനെ ഒരു മൃദംഗ വിഷൻ കേട്ടിട്ടുണ്ടോ? ഇല്ല, ഇതുവരെ കേട്ടിട്ടില്ല. അപ്പൊ ഇങ്ങനെ ഒരു വിഷയം നടക്കുമ്പോഴാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു പോസ്റ്റ് ഓഫീസൊക്കെ ഉള്ള സ്ഥാപനം. നമ്മള് പോസ്റ്റ് ഓഫീസിലൊക്കെ നമ്മൾ വരുന്നതാ. പോസ്റ്റ് ഓഫീസ് ഉണ്ട്, പിന്നെ ഡെന്റൽ ഹോസ്പിറ്റലൊക്കെ ഉണ്ട്. അവിടെ അപ്പോഴൊന്നും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല? ഇല്ല, ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല ഇതുവരെ. എപ്പോഴാ കേട്ടെ? ഇന്നിപ്പോ ഇങ്ങനെ സംഭവം നടക്കണ്ടെന്ന് അറിഞ്ഞപ്പോഴാണ് നമ്മൾ അറിയണത്. അങ്ങനെ സ്ഥാപനം അവിടെ ഉണ്ട് എന്നുള്ളത് തന്നെ നമ്മളിപ്പോൾ അറിയണത്. തോമസിന്റെ വാർത്ത വന്നപ്പോഴാണ് ഇപ്പൊ അറിയണത് ഇങ്ങനെ ഒരു സ്ഥാപനം ഇവിടെ ഉണ്ട് എന്ന് അറിയണത് ഇപ്പോഴാണ്. ഇവിടെ അധികം ആർക്കും അങ്ങനെ പരിചയമല്ല അങ്ങനെ ഒരു സംഭവം ഉള്ളത്. തീർച്ചയായും ഇത് തന്നെയാണ് ഈ നാട്ടുകാരെ. ഇപ്പോൾ നമ്മൾ രണ്ടുപേരോട് സംസാരിച്ചു, രണ്ടുപേരും പറയുന്ന കാര്യം ഇതാണ്. അതായത് ഇവർക്ക് ആർക്കും അറിയില്ല ഇവിടെ ഇങ്ങനെ ഒരു സ്ഥാപനം നടക്കുന്നു എന്നത്. ഇപ്പം നമ്മൾ നേരത്തെ സംസാരിച്ച അവർ നമ്മോട് പറഞ്ഞു ഒരു 3 വർഷത്തോളമായിട്ട് ഇവരവിടെ കാണാറുണ്ട് ഇടയ്ക്കൊക്കെ, പക്ഷെ എന്താണ് എന്നൊന്നും അറിയില്ല. പക്ഷെ ഇപ്പം നമ്മൾ സംസാരിക്കുന്ന ഇദ്ദേഹം പറയുന്നത് എനിക്കറിയില്ല, ഞാൻ അവിടെ പോസ്റ്റ് ഓഫീസിലൊക്കെ പോവാറുണ്ട്, അതുപോലെ തന്നെ അതിൻ്റെ അടുത്തൊരു ഡെന്റൽ ഹോസ്പിറ്റലുണ്ട്, അവിടെ പോവാറുണ്ട്. പക്ഷേ ഈ ഇങ്ങനെ ഒരു ചെറിയൊരു കടമുറി ഇങ്ങനെ ഒരു മൃദംഗ എന്ന പേരിൽ നടക്കുന്നു എന്നത് എനിക്കറിയില്ല. വയനാട് മേപ്പാടിയിലെ ഒരു ചെറിയ കടമുറിയിലാണ് മൃദംഗവിഷൻ പ്രവർത്തിക്കുന്നത്. അടുത്തുള്ളവർക്കോ ഒന്നും ഈ മൃദംഗവിഷൻ എന്താണ് ചെയ്യുന്നതെന്നോ അവിടെ എന്ത് തരത്തിലുള്ള ഒരു വർക്കാണ് നടക്കുന്നതെന്നോ അവിടെ ആരൊക്കെയാണ് എത്തുന്നതോ എന്നത് സംബന്ധിച്ച് ഒന്നും സമീപത്തുള്ള ആർക്കും അറിയില്ല എന്നതാണ് അതിൽ വലിയ കൗതുകമുണർത്തുന്നത്. എന്തായാലും കൊച്ചിയിൽ 12,000-ലധികം പേർക്ക് ഗിന്നസ് റെക്കോർഡ് സർട്ടിഫിക്കറ്റ് വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് ഇത്ര വലിയൊരു പരിപാടി ഇന്നലെ കലൂർ സ്റ്റേഡിയത്തിൽ അവർ നടത്തിയത് എന്നതാണ്. അപ്പോൾ അതിൽ പല ദുരൂഹതകളും ചോദ്യങ്ങളും അവശേഷിക്കുകയാണ്. എന്തായാലും അന്വേഷണം ഒരു വശത്ത് പുരോഗമിക്കുകയും ചെയ്യുന്നുണ്ട്. ടി അനീസ് അലിയാണ് വയനാട്ടിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.